പത്തിരിയുടെ റെസിപ്പി നമുക്ക് നോക്കാം. അതിന് ചെറിയ ജാറിലേക്ക് തേങ്ങയും ചെറിയ ഉള്ളിയും അതേപോലെ പെരിഞ്ചീരകം ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ അരിപ്പൊടിയിലേക്ക് ഉപ്പും ചേർത്തിട്ട് ഇത് നന്നായി കുഴച്ചെടുക്കുക. ഇളം ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇതേപോലെ സിൽവർ ഫോയിലോ അല്ലെങ്കിൽ ഇലയിലോ വെച്ചിട്ട് ഒരു ചെറിയൊരു പ്ലേറ്റ് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പം അധികം അമർത്തി പ്രസ് ചെയ്യണം കേട്ടോ. ഇത് നേരത്തെ കഴിഞ്ഞാൽ ഓയിൽ അബ്സോർബ് ചെയ്യും. കുറച്ചൊരു കട്ടിയായിട്ടിരിക്കണം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു പത്തിരി പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓയിലിലേക്ക് ഇട്ടിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഇത് ഓയിലല്ലാതെ നമ്മൾ കല്ലുമ്മൽ ചുട്ടിട്ടും എടുക്കാം, ഇതേപോലെ പരത്തിയിട്ട്. അപ്പോൾ നമ്മുടെ തലശ്ശേരിക്കാരുടെ സ്പെഷ്യലായ നെയ്പത്തിരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും മസാല കറിയുടെ കൂടെ ഇത് സെർവ് ചെയ്യാം. മുട്ടക്കറിയോ ചിക്കൻ കറിയോ. ഞാനിന്ന് കടലക്കറിയാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ കൂടെ നല്ല അടിപൊളി